ഹലോ, എൻ്റെ പേര് ശിവരാഹുൽ. ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത്. ഞാൻ ഒരു ബികോം ഗ്രാജുവേറ്റാണ്. പട്ടാമ്പി SNGS കോളേജിൽ നിന്നാണ് ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തത്. ഗ്രാജുവേഷൻ കഴിയുമ്പോൾ തന്നെ ഒരു ജോലി എളുപ്പം കിട്ടണമെന്ന് എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ബാങ്കിങ് സെക്ടർ ഒരു നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്ക് മുന്നിൽ വന്നത്. അങ്ങനെ അതിന് പറ്റിയ നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി ഞാൻ അന്വേഷിച്ചു. അങ്ങനെ ICD കൊല്ലത്ത് ഞാൻ എത്തിച്ചേർന്നു. അപ്പോൾ ഞാൻ വന്ന സമയത്ത് തന്നെ ബാങ്ക് എക്സാമുകളൊക്കെ ആരംഭിച്ചിരുന്നു. ഞാൻ IBPS POയും SBI ക്ലർക്കും ആ സമയത്ത് ഞാൻ പ്രിലിംസ് എഴുതിയായിരുന്നു. വന്ന് ഏറെ കുറച്ച് മാസങ്ങളായിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ബേസിക് മാത്രം അറിഞ്ഞിട്ടും എനിക്ക് SBI ക്ലർക്കിൻ്റെ പ്രിലിംസ് പാസ്സാകാൻ സാധിച്ചു. അപ്പോൾ തന്നെ നമുക്കൊരു കോൺഫിഡൻസ് വന്നായിരുന്നു. നമ്മൾക്ക് തിരഞ്ഞെടുത്ത ഈ ഫീൽഡിൽ നമുക്ക് എന്തെങ്കിലും ആകാൻ കഴിയുമെന്നൊരു കോൺഫിഡൻസ് നമുക്ക് വന്നായിരുന്നു. അപ്പോൾ ഇതുതന്നെയാണ് ഫീൽഡെന്ന് മനസ്സിലായി കണ്ടിന്യൂ ചെയ്തു. ഞാൻ പ്രിലിംസൊക്കെ 1-2 കിട്ടിയായിരുന്നു, അങ്ങനെ ലഭിക്കുന്നുണ്ടായിരുന്നു, ക്ലിയർ ആവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ പോലും മെയിൻസ് എത്തുമ്പോൾ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ട് വന്നായിരുന്നു. അതിന് പ്രധാന കാരണം പറഞ്ഞാൽ GA നമ്മൾ വേണ്ടത്ര തയ്യാറെടുപ്പ് നടത്തിയിരുന്നില്ല. GA ഡെയിലി നമ്മൾ നോക്കിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ മെയിൻസ് പാസ്സാവാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ പോലും IDBIയുടെ റിക്രൂട്ട്മെൻറ്റ് വന്നപ്പോൾ അത് നമുക്ക് ക്ലിയർ ആക്കാൻ സാധിച്ചു. ICDയെ പറ്റി പറയുമ്പോൾ ഒരു ബാങ്ക് ജോലി നേടാൻ എല്ലാ സംവിധാനങ്ങളും അവരവിടെ നൽകുന്നുണ്ട്. അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കുക എന്നുള്ളൊരു ജോലി മാത്രമാണ് നമുക്കവിടെ ഉള്ളത്. ലൈബ്രറിയും ലാബും നമുക്ക് ഒരുപോലെ സഹായിച്ചിരുന്നു. ഇംഗ്ലീഷിന് പ്രിപ്പയർ ചെയ്യാൻ ഇംഗ്ലീഷ് പേപ്പർ വായിക്കുക, വൊക്കാബുലറി എഴുതുക, അങ്ങനെ എല്ലാം ചെയ്തിരുന്നത്. മാത്സിനും റീസണിങ്ങിനും വേണ്ടി കൂടുതൽ വർക്കൗട്ട് ചെയ്യുക എന്നായിരുന്നു ചെയ്തിരുന്നത്. ബാങ്ക് ജോലി ആഗ്രഹിച്ചു വരുന്ന പുതിയ വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെപ്പോഴും കൺസിസ്റ്റൻ്റായി വർക്ക് ചെയ്യുക. നമ്മൾ സീരിയസ് ആയിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ലഭിക്കുന്ന എക്സാം തന്നെയാണ് ബാങ്ക് എക്സാം. ഈ എക്സാം ക്ലിയർ ചെയ്യാൻ എന്നെ സഹായിച്ച എല്ലാവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.